അതും ഹാർട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്. ജ്യോതികുമാർ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവരെല്ലാവരും ഇപ്പോൾ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്, നല്ല വിഷയങ്ങളിലെല്ലാം താല്പര്യം എടുക്കുന്നുണ്ട്, നാട്ടിലുള്ളവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഫണ്ട്സ് നാട്ടിലേക്ക് എത്തുന്നുണ്ട്, പലതും അങ്ങനെ നന്മകൾ ചെയ്യുമ്പോൾ ഇവർ ഈ ഒരു കൂവുന്ന ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിയാണ്? ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപം ശരിയല്ല. അത് തന്നെയാണ് ഈ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 10,000 വരുന്ന രസികർ മன்றம், രജനീകാന്തിന്റെ രസികർ മன்றത്തെ രണ്ട് മുന്നണിയും ഭയക്കുന്നതാണ് തമിഴ്നാട്ടിൽ കണ്ടുവരുന്നത്. ഏതാണ്ട് ഒരേ സമയത്ത് 10 ലക്ഷം പേരെ ചലിപ്പിക്കാൻ കഴിയും, രജനീകാന്തിന് കഴിയുമെന്ന് അവർ ഭയക്കുന്നു. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം രജനീകാന്തിന്റെ രസികർ മன்றம் ചെയ്യുന്നു, ഇവരൊന്നും ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വാർത്തകളുണ്ടാകും. എന്റെ വാദം അതല്ല. എനിക്കിവരെ ആഘോഷിക്കുന്നതിലോ ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒന്നുമല്ല. എന്റെ വാദം, ഇവർ മുമ്പേ സൂചിപ്പിച്ച പോലെ സിനിമയെ ആര് വിജയിപ്പിക്കുന്നു എന്ന് വെച്ചാൽ സിനിമയെ പരാജയപ്പെടുത്തുന്നത് ഈ ഫാൻസുകാരാണ്. നല്ല സിനിമ നല്ല സിനിമ താങ്കൾ സിനിമ കാണുന്ന ഒരാളാണ്, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. ആദ്യ ദിവസങ്ങളിൽ സിനിമ കാണാൻ പറ്റുമോ? ഈ മുഖ്യധാര നായകന്മാർ അഭിനയിക്കുന്ന സിനിമകൾ ആദ്യ ദിവസം പോയി കാണാൻ പറ്റുമോ? എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ പറ്റുമോ? വലിയ ബഹളങ്ങളും അത്ര ബഹളമാണ് നാട്ടിൽ നടക്കുന്നത്. ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറ്റാത്തവർക്ക് നിയമപരമായിട്ടുള്ള പേടിയുള്ളത് കൊണ്ടാണ്, ലേബർ കാർഡ് കയ്യിലുള്ളതിന്റെ ഭയമുള്ളത് കൊണ്ടാണ്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവരോട് 3 പേരോടും അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന അല്ലെങ്കിൽ ഇവരെ ആരാധിക്കുന്ന ഇവരുടെ താരങ്ങളോടും ഈ ഒരു ഷോയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന, ഈ UAE നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രക്തത്തിന്റെ കുറവാണ്. നമ്മളിവിടെ ബ്ലഡ് ഒത്തിരി സംഘടനകൾ, ദല പോലുള്ള സംഘടനകൾ നിരന്തരം കൊടുക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ ആശുപത്രികളിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ രക്തത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറവാണ് സ്റ്റോക്കിൽ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ പിറന്നാളിനെങ്കിലും സംഘമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒത്തിരി മോശം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല, അതിനകത്ത് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആശുപത്രി ഒരു വലിയ ക്യാമ്പയിനായിട്ട് അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താരങ്ങളെ നേതൃത്വം കൊടുക്കാം. മോഹൻലാലും പൃഥ്വിരാജും മമ്മൂട്ടിയും നേതൃത്വം കൊടുക്കട്ടെ, രക്തം കൊടുക്കട്ടെ, ഞങ്ങളെല്ലാം വരാം. ഞാനും ക്രിസ്തു ഉറപ്പ്. എപ്പോഴെങ്കിലും അവരെ ഡയറക്റ്റ് ആയിട്ട്, ഇപ്പോൾ കുട്ടുലാൽ സാറിന് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാം, എപ്പോഴെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണം? നമ്മളെ ഡയറക്റ്റ് പുള്ളി മെയിനായിട്ട് നമ്മളോട് 2-3 നാൾ നമ്മളിത് ആവശ്യപ്പെട്ടതാണ്, ഇവിടെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന്റെ കാര്യം. അപ്പോൾ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് പറഞ്ഞു. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനാണ്, ചെയ്യാൻ തയ്യാറാണ്, പുള്ളി ചെയ്തു തരാൻ തയ്യാറാണ്, പുള്ളി താല്പര്യമുള്ളതാണ്. രാജുവിനെ പലപ്പോഴും ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടാറില്ല. രാജുവിന്റെ മേക്കപ്പ് മാനെ അങ്ങനെ ആരെങ്കിലും കൂടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ടാണ് രാജുവിന് സംസാരിക്കുന്നത്. പക്ഷെ രാജു നിരന്തരമായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് ബ്ലോഗും കാര്യങ്ങളും എല്ലാം വാച്ച്, പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ പുള്ളി ബുക്ക് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പുള്ളി നിരന്തരമായിട്ട് അത് വായിക്കുകയും അപ്ഡേറ്റ്സ് നമുക്ക് മെയിൽ വഴി അയച്ചു തരും. എനിക്ക് മെയിൽ അയക്കും, അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരു 8 പേരുണ്ട് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ 8 പേരിൽ ആരെങ്കിലും ഒരാൾക്ക് പുള്ളി മെയിൽ അയക്കും, ഇത് ഒന്ന് പബ്ലിഷ് ചെയ്യണം, ഇത് അതിലോട്ടൊന്ന് കിട്ടണം എന്ന് പറഞ്ഞ്. പുള്ളിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, പക്ഷെ പുള്ളി നിരന്തരം പല കാര്യങ്ങളിലും പുള്ളി ഇടപെട്ടിട്ടുണ്ട്, നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇതിലിപ്പോ ഇവർക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്, ഇവർ ചെയ്യുന്ന സൽപ്രവൃത്തികളുണ്ട്, ഇവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം ഒക്കെയാണ്. ഇവരോടൊപ്പം നിൽക്കുന്ന ഈ കുടുംബത്തിലുള്ള ആൾക്കാരും ഫ്രണ്ട്സും എല്ലാവരും അവനാ ഫാൻസ് അസോസിയേഷന്റെ അങ്ങനെ പറഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ ഒതുക്കിയിട്ടുണ്ടോ? അതായത് വീട്ടുകാരൊക്കെ എന്തിനാടാ നന്നാവില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഉള്ളത്. ഞാൻ ചോദിച്ചതല്ലേ കുറച്ച് തീർച്ചയായിട്ടും ഇതിന്റെ ആയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 3 വർഷം പിന്നിടുമ്പോഴും നമ്മൾ ചെയ്ത വെൽഫെയറും ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ കൃഷി നമ്മളൊരു 3 വർഷമായി ഇവിടെ വന്ന് ഈ തുടങ്ങിയിട്ട് ഇപ്പൊ രജിസ്ട്രേഷൻ ഒന്നും കാര്യമായിട്ട് ചെയ്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല, പിരിക്കൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരു ലാൽ കേസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഈ ഒരു 3 മാസം മുമ്പ് നമ്മൾ ക്രൗൺ പ്ലാസിൽ വെച്ച് ലാൽ സർ വന്നപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ആ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ കൊല്ലവും വെൽഫെയർ ചെയ്യുന്നുണ്ട് ലാൽ സാറിന്റെ ബർത്ത്ഡേക്ക്. എന്തുകൊണ്ട് ഈ ഒരു കൊല്ലം മാത്രം നമ്മൾ ചെയ്യുന്നു? എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ ഡെയിലി ഇപ്പൊ ഇന്ന് ഞാനും വഴി കൂടെ പോകുമ്പോൾ ഇപ്പൊ വൈശാഖ് പറഞ്ഞ പോലെ ഒരാൾ ഇങ്ങനെ കേട്ടു, എന്തുകൊണ്ട് അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൂടാ എന്ന് കരുതിക്കൊണ്ട് ഈ ലാൽ കെയർ എന്നൊരു സംഘടന നമ്മൾ രൂപീകരിച്ചത്. ഈ ലാൽ കേസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മലബാർ ഗോൾഡ് അങ്ങനെ ഒരുപാട് സ്പോൺസേഴ്സിന്റെ അടുത്ത് നമ്മൾ ഇപ്പൊ ഒരു കുട്ടിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷന് കാശ് വേണം എന്ന് പറയുമ്പോൾ ഇവരുടെ അടുത്ത് ഡയറക്റ്റ് പോകും. മലബാർ ഗോൾഡ് അല്ലെങ്കിൽ പല ആൾക്കാരും ഡയറക്റ്റ് ആയിട്ട് അവരുടെ പേരിൽ ചെക്ക് ചെയ്ത് തരികയാണ് ചെയ്യാറ്. നമ്മുടെ പേരിലല്ല, അവരുടെ. നമ്മളിത് കാശ് എടുക്കുന്നൊന്നുമില്ല, പക്ഷെ ഈ സംഘടന ഒരാളെ കണ്ടെത്തുന്നു. ഗൾഫിലെ സിനിമകൾ ആഘോഷമാക്കുന്ന ഫാൻസ് അസോസിയേഷനുമായുള്ള ഈ സംവാദം we'll continue in a short while. We'll take a break and be back with me. It's me, Chris, on Sanford Tea Talk. Welcome back to Sanford Tea Talk. ഞാൻ നിങ്ങളോടൊപ്പം Chris, and let's continue the chat. കുട്ടു,
ഈ ഒരു ഗൾഫിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം, അതായത് ഗൾഫിൽ ഒരു ഇന്റർനാഷണൽ റിലീസാണ്, ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ പ്രീമിയർ നടക്കാത്തത്? ഇതുവരെ ഒരു ഇന്റർനാഷണൽ പ്രീമിയർ നടന്നിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഒരു സിനിമയ്ക്കാണ് നടന്നിട്ടുള്ളത്. ഇത് കുട്ടിസ്രാങ്ക് പ്രീമിയർ ആയിട്ടല്ലാതെ നമ്മളിപ്പോ ഒരു അറബി ഒട്ടകം എന്ന് പറഞ്ഞ പടം ഇവിടെ ഫസ്റ്റ് തേഴ്സ്ഡേ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇതിനു വേണ്ടി കുറെ ശ്രമിച്ചതാണ്. ഞാൻ വെച്ചാൽ ഞാൻ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ അതിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് പല പ്രൊഡ്യൂസർമാരും അത് തയ്യാറെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ഇനീഷ്യൽ കളക്ഷനും മറ്റതും പേടിച്ചുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നാണ്. പക്ഷെ നമ്മൾ ലാൽ സാറിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് കുറെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. കാരണം പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് അല്ല. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു പടം എടുക്കുന്നത് 20 ലക്ഷം 30 ലക്ഷത്തിന് എടുത്തു കഴിഞ്ഞാൽ ലാഭവും നഷ്ടം അത് ഇവിടുത്തെ ആൾക്കാരാണ് വേറെ ചെയ്യുന്നത്. അവർ ഇപ്പൊ പ്രീമിയർ ചെയ്യുന്നതെങ്കിൽ പ്രൊഡ്യൂസർ പറയുകയാണെങ്കിൽ ഈ പടത്തിന് ഒരു വാല്യൂ അവർ കണ്ടെത്തും. ഒരു പടം ഇറങ്ങിയാലും ഹിറ്റാണോ ഹിറ്റല്ലേന്ന് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ഹിറ്റ് ആണെങ്കിൽ അവർ പറയുന്ന കാശ് ഇവര് തരും, ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തരും. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അവർ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയും ഓക്കെ 10 ലക്ഷം ഇത്ര തരാൻ പറ്റുള്ളൂ പ്രീമിയർ ഇറക്കിയോ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വേണ്ട. പക്ഷെ ആ പടം ഹിറ്റ് ആണെങ്കിൽ അവർ പറയുന്ന കാശ് ഇവര് തരും. ഇവിടെ പൊതുവെ എല്ലാവർക്കും കംപ്ലൈന്റ് ഉള്ളത് സമയമില്ല എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നു. ഒട്ടും സമയമില്ല. പക്ഷെ ഈ ഫാൻസ് ആക്ടിവിറ്റീസിനൊക്കെ എവിടെ നിന്നാണ് സമയം? മാക്സിമം ഫ്രീ ടൈംസിലൊക്കെ എനിക്കും കൂടെ ആ ഒരു ഐഡിയ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ താല്പര്യമുള്ള കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാലും നമ്മൾ സമയം എടുക്കും. നമ്മൾ പറയും സമയമില്ല. നമുക്ക് ലാൽ സാറിനോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് ഇത് കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ ലാൽ സാർ ഇപ്പൊ ഒരു 35 വർഷം എത്ര ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഫാൻസ്. കാരണം വെച്ചാൽ പല ആൾക്കാർക്ക് സമയമില്ലാന്ന്. ഞാനിവിടെ വന്ന സമയത്ത് തിയേറ്ററിലേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി സിനിമ കാണാം. അതൊരു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനായിട്ട് ഇത് ചെയ്തിട്ട് ഒരു ഫാൻസ് തുടങ്ങി. അപ്പൊ നാട്ടിലേക്ക് വിളിച്ചിട്ട് വേൾഡ് വൈഡ് മോഹൻലാൽ ഫാൻസിന്റെ ഒരു ഓൺലൈൻ യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ പറഞ്ഞു ഇത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നിന്നു. അങ്ങനെ സമയം കണ്ടെത്താൻ ഓൺലൈനാണ്, അതുകൊണ്ട് ഓഫീസിൽ അറിയില്ല. അല്ല, ഓൺലൈനല്ല, നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് കൂടുതലും ടെലിഫോൺ വഴി ബന്ധപ്പെട്ടിട്ട് നേരത്തെ കൂടി ഒരു ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ടൈമിന് എല്ലാവരും കൂടി കൂടുക, മീറ്റിംഗ് കൂടുക, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിക്കുക. അങ്ങനെ എല്ലാവരും കോപ്പറേറ്റീവ് ആയിട്ടാണ്. ഇവിടെ ഏകദേശം നമുക്കിപ്പോൾ 75 മെമ്പേഴ്സ് ആക്റ്റീവായിട്ടുണ്ട്. അബുദാബിയിലും ദുബായിലായിട്ടുണ്ട്. 2 മാസത്തിൽ ഒരു 10-60 രൂപ ഇരുന്നിട്ടൊരു സബീൽ പാർക്കിൽ ഏതെങ്കിലും ഒരു പാർക്കിൽ വെച്ച് ജസ്റ്റ് കൂട്ടായ്മ, ചെറിയൊരു കൂട്ടായ്മ, ഫുഡും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഴ്ചയിലൊരിക്കൽ സ്ഥിരം ഒരു മീറ്റിംഗ് ഓൺലൈനിലുണ്ടെന്നാണ്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ സ്ഥിരം ചാറ്റ് ചെയ്യാം, എല്ലാവർക്കും ചാറ്റ് ചെയ്യാം. ഈ മെമ്പേഴ്സ് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ തന്നെ. അതിൽ തന്നെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമുള്ള സിനിമയെ ആഘോഷമാക്കി നല്ല രീതിയിൽ നന്മകൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സംവാദത്തിൽ നമുക്ക് സാധിച്ചു. സാൻഫോർട്ടി ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. വിൽ ബി ബാക്ക് വിത്ത് യു നെക്സ്റ്റ് വീക്ക്.